ഗെയിമിൽ ഫുൾ പരാജയമാണെങ്കിലും ബിഗ് ബോസ് കപ്പ് പൊക്കാനുള്ള എല്ലാ യോഗ്യതയും കഴിവുമുള്ള ഒരു വ്യക്തിയാണ് അനുമോൾ. പക്ഷേ അനുമോൾ ഈ ആദിലയും നൂറയുമായി ചേർന്ന് ഈ ക്യാരക്ടർ മോശമാക്കിയത് കൊണ്ട് മാത്രമാണ് അനുമോളെ എല്ലാവരും വെറുക്കാനും കാരണം, കപ്പ് കിട്ടാതിരിക്കാനും കാരണം. ഞാൻ ഉൾപ്പെടെ വെറുത്തു പോയായിരുന്നു. ഞാൻ നല്ല ഒരു വാക്ക് പറയാനിട്ടില്ല, കാരണം സത്യമല്ലേ പറയാൻ പറ്റൂ. കള്ളം പറഞ്ഞപ്പോൾ അവർക്ക് ഓടിപ്പിടിക്കാൻ പറ്റത്തില്ലല്ലോ. ഈ ആദിലെ നൂറയുടെ കൂടെ ചേരാൻ, കാരണം അനുമോൾ ഒരു മന്ദബുദ്ധിയാണ്. അത് ആദിലെ നൂറയെ പണ്ടേ പറഞ്ഞിട്ടുണ്ട്. കാരണം ആദിലെ ഈ മിഡ് വീക്ക് എവിഷനായിട്ട് ഔട്ടായി പോയിട്ട് തിരിച്ച് കയറിയപ്പം ഈ അനുമോളോട് ചെന്നിട്ടുള്ളവരെ മൈൻഡ് ചെയ്തില്ല. അനുമോൾ നൂറയുടെ കൈ പിടിച്ചപ്പോൾ നൂറ കൈവിട്ടിട്ട് അപ്പുറം ചെടി പോയി. ആദ്യം വിളിച്ചപ്പോൾ ആദ്യം നൂറയുടെ പെട്ടെന്ന് നടന്നങ്ങ് പോയി, ഒഴിവാക്കിപ്പോയി. എത്രയോ പ്രാവശ്യം ഇവളെ ഒഴിവാക്കിയിട്ടുണ്ട്. അതുപോലെ ആദിലയും നൂറയും അതുപോലെ പല സന്ദർഭങ്ങളും മാറി നമ്മളെ കുറ്റം പറഞ്ഞിട്ടുണ്ട്. ഇവരോട് സ്നേഹമില്ല. ഇവളുമാർ ഇവിടെ PR വർക്ക് ഇവർക്കുള്ള ഫെയിമും കൊണ്ട് അവളുമാർ എവിറ്റാകാതെ വോട്ട് കിട്ടാൻ വേണ്ടി ഇവളോട് കൂട്ടുപിടിച്ചാണ്. ഇവർക്ക് മനസ്സിലാവത്തില്ല മന്ദബുദ്ധി. ഇവളുമാർ സ്വന്തം രക്തബന്ധത്തോട് പോലും വില കൽപ്പിക്കാത്ത ഇവളുമാരാണോ ആത്മാർത്ഥത കാണിക്കുന്നത്? ഇവളുമാർക്ക് ഒരു ആത്മാർത്ഥതയില്ല. ഇപ്പം എങ്ങനെയെങ്കിലും ഇവളെ കൂട്ടുപിടിച്ച് പിന്നെ അവിടെ പ്രയത്നം കൊണ്ട് അവൾ കളിച്ചിട്ട് തന്നെ ഗെയിം നന്നായി കളിച്ചിട്ട് ടോപ്പ് 5 വന്നിട്ടുണ്ട് ആ നൂറ. ഇനിയിപ്പം ഓരോരുത്തരെ ചവിട്ടി പുറത്താക്കിയെങ്കിലും ഇവർക്ക് കപ്പ് പോകാൻ പറ്റും. അപ്പം നൂറയ്ക്ക് എങ്ങനെയും കപ്പ് കൊടുക്കണം. കാരണം ഈ ഗെയിമിൽ തന്നെ ഉണ്ടോ, ആര്യനെ പല പ്രാവശ്യവും ബഹളം വച്ച് കോൺസെൻട്രേഷൻ കളഞ്ഞിട്ട് ആര്യനെ തോപ്പിച്ചിട്ടാണ് ഈ നൂറ കപ്പ് നേടിയത്. അതുപോലെ ഇനിയിപ്പോൾ ഇവളെ ചവിട്ടി പുറത്താക്കിയെങ്കിലും നൂറയ്ക്ക് കപ്പ് കിട്ടും. അതിനു വേണ്ടിയാണ് അതിൽ ശ്രമിക്കുന്നത്. പക്ഷേ എങ്കിലും ഇന്നലെ വഴക്കുണ്ടാക്കിയത് ഇവരാരുമല്ല. വഴക്ക് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ നോക്കിയാൽ സാവുമോനാണ്. എനിക്ക് കുറച്ച് കറിയോടെ താന്നും പറഞ്ഞ് എന്തിനീ കറി വെച്ചാൽ സാവുമോനാണ് തുടക്കപ്പെട്ടത്. ആരും ശ്രദ്ധിച്ചില്ല. ഇന്നലത്തെ വഴക്കിൻ്റെ ആരംഭം തന്നെ സാവുമോനാണ്. പക്ഷേ അനു പറഞ്ഞത് കുറേ കാര്യമുണ്ട്. കാരണം എല്ലാവർക്കും ആവശ്യമുള്ള കറി കൊടുത്തു. പിന്നെ ചോറ് ഇവിടെ പറഞ്ഞാൽ ചോറ് എല്ലാവർക്കും തുല്യമായി കൊടുക്കണം. ചോറ് തുല്യമായി കൊടുക്കണ്ട. ഒരാൾ കുറച്ച് കഴിക്കും, ഒരാൾ കൂടുതൽ കഴിക്കും. അപ്പോൾ അവരവർക്ക് വേണ്ടുന്ന ചോറ് കൊടുക്കുക. എന്നിട്ട് കറിയെന്ന് പറയുന്നത് പിന്നെ എല്ലാവർക്കും കഴിക്കാനുള്ള കറി അനുമോൾ കൊടുത്തു. ബാലൻസ് ചോറ് കൊണ്ട് കറി മാറ്റി വെച്ച് പിന്നീട് ആർക്കെങ്കിലും വേണമെങ്കിൽ അത് കഴിക്കാമല്ലോ. പക്ഷേ ഇടയ്ക്ക് ആരും ആഹാരം കഴിക്കാൻ ആരും സമ്മതിക്കാറില്ല. അത് വേറെ സത്യം. ചുണ്ടിന്ന് വരെ പിടിച്ചു വെച്ചോണ്ട് പോയ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എന്നാലും ഇന്നലെ പക്ഷേ തലേ ദിവസവും ഉള്ളി അങ്ങനെ പറഞ്ഞ് ആദിലയിട്ട് അനുമോൾ ശല്യം ചെയ്യുന്നുണ്ടായിരുന്നു. വേറെ സത്യം. പക്ഷേ എങ്ങനെ കൺവെൻഷൻ റൂമിൽ ആദിലെ വിളിച്ച് എന്തൊക്കെയോ നിർദ്ദേശം കൊടുത്തു. എനിക്ക് തോന്നുന്നു ഇനി അനുവിനെ പുറത്താക്കാൻ ഉള്ള എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ബിഗ് ബോസും വിളിച്ച് പറഞ്ഞു കാണും. കാരണം ഓരോരുത്തരെ പുറത്താക്കി ഇങ്ങനെ അവർക്ക് കപ്പ് ഈ അക്ബറിന് കൊടുക്കാൻ പറ്റും. അവർ കപ്പ് അക്ബറിന് കൊടുക്കാൻ വേണ്ടി കാത്തിരിക്കുക. ബിഗ് ബോസിൻ്റെ ഡയറക്ടറുടെ ഫ്രണ്ടാണ് അക്ബർ. പണ്ട് തൊട്ടേ അവരുമായിട്ടുള്ള പല രംഗങ്ങളും ഫോട്ടോയും എല്ലാം വന്നിട്ടുള്ളതാണ്. കാരണം പുള്ളിയുടെ പാട്ടുമായി ബന്ധപ്പെട്ടൊക്കെ. അപ്പം അക്ബറിനെ ഒരു കപ്പ് കൊടുക്കാൻ ഉദ്ദേശിച്ച